അങ്ങനെ നമ്മൾ രാമരശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയത് അവിടെ ശ്രീ സരസ്വതി ടീ സ്റ്റാളിലേക്ക് എത്തിയിരിക്കുകയാണ്. കേട്ടുണ്ടല്ലോ അവിടെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. 4 സാധനങ്ങളുണ്ട് കേട്ടോ. ചട്നി സാമ്പാർ കൂടെ വെച്ചിട്ടുണ്ട്. പാറ് സെലിബ്രിറ്റീസ് ലക്ഷ്മി നായർ, മോഹൻലാൽ, നിവിൻ പോളി, ഇതിൻ്റെ പുതിയ ഗ്ലാസ് എങ്ങനെയുണ്ടെന്ന് പറയാം. നൈറ്റ് ഡ്രൈവിംഗ് ക്ലാസ്. അവർക്ക് കിട്ടിയ അവാർഡൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ തലമുറയിലെ നടത്തിപ്പുകാരാണ് ഈ വരുന്ന ചേട്ടനും ഈ ചേട്ടൻ്റെ ഭാര്യയും മക്കളും. എനിക്ക് മധുരമില്ലാത്ത ചായ ഉണ്ടോ? അല്ല, ഒന്നുമില്ല. പഴംപൊരി എടുത്തോ. ചായയും കാപ്പിയൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇപ്പം എന്താ ഊണ് ടൈമാണ്? അങ്ങനെയാണോ? ഇല്ല. സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ചുവന്ന ചമ്മന്തി കൊള്ളാം. നല്ല എരിവുണ്ട്. സാമ്പാർ പൊടി You give me white chutney. എല്ലാ ഡിസ്ട്രിക്റ്റും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ്. വളരെ ലാഭകരമാണ്. കുറച്ച് നേരം ഓണറായിട്ട് സംസാരിക്കുന്നപ്പോൾ പുള്ളി നല്ല കമ്പനിയായി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ ക്യാമറ എടുത്തൊരു ഒറ്റ വിടൽ കിച്ചണിലേക്ക്. അടുക്കളയിലേക്ക് കയറിയപ്പോൾ ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിൻ്റെ മുകളിൽ ഇഡ്ഡലി പാത്രങ്ങളൊക്കെ നേരെയായിരിക്കുന്നു. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇഡ്ഡലി ചുടുന്ന ഒരു വയസ്സായ ഒരു ചേച്ചി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കട ഏകദേശം 800 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതും 8-10 തലമുറയായിട്ട് കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണിത് ഇവിടെ. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഈ ഒരു ചേച്ചി തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. എത്ര വർഷങ്ങളാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അവരാണെങ്കിൽ അധികം സംസാരിക്കാൻ തയ്യാറില്ല. അവർ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് ഞാനും കരുതി. പിന്നെ രജിയാണെങ്കിൽ അവിടെയൊക്കെ ഓടി കിടന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് അതുപോലുള്ള ഇഡ്ഡലി എൻ്റെ എണ്ണാക്കിൽ വെച്ച് തരാനാണ് അതെനിക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ ഇങ്ങനെയാണ് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാണ് ഈ വീഡിയോ നിർമ്മിക്കാൻ കാരണം. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. എന്താ ഇവിടെ നടന്നു
എത്ര മണി വരെ ഉണ്ടാക്കില്ല? വൈകുന്നേരം വരെ ഉണ്ടാവും. വൈകുന്നേരം തിരക്ക് ജാസ്തി ആയിരിക്കും. അതുകൊണ്ട് ഞായറാഴ്ച അതുകൊണ്ട് ഓണമൊക്കെ നല്ല തിരക്കായിരിക്കും. ഇല്ലെങ്കിൽ നേരങ്ങളൊക്കെ നിർത്തും 12 മണിക്കുള്ളിൽ. എന്നാലും ഇഡ്ഡലി ഉണ്ടാവും. വൈകുന്നേരം 8 മണി വരെ എപ്പോൾ വന്നാലും ഇഡ്ഡലി കഴിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ രാമശ്ശേരി ഇഡ്ലി ടൂർ അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടുന്ന് വിട്ടിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണിച്ചു തന്ന അത്രയും ഭാഗങ്ങൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇവർ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവർ സീക്രട്ടായിട്ട് ഒരു സംഭവങ്ങളും ഇല്ല. എല്ലാം സാധാരണ സംഭവങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് ഇവരുണ്ടാക്കുന്നതാണ് അവർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇതിലൊരു സീക്രട്ടോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പാരമ്പര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നു. അതിൻ്റേതായ ഒരു ഗുണം ഇതിലുണ്ടാകും എന്നാണ്. അതുകൊണ്ടാണ് അത് ഇത്രയും നല്ലതായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ ഇഡ്ഡലി എക്സ്പീരിയൻസ് രാമശ്ശേരി? വളരെ നന്നായിരുന്നു. ഓ, സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. പക്ഷെ ഒരു കാര്യം പറയണം കേട്ടോ, ഓപ്പൺലി ചായ കാണാത്തോടല്ല, പഴംപൊരി അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴംപൊരി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ഡലികളൊക്കെ ഇഷ്ടപ്പെട്ട പഴംപൊരി. ആൻഡ് ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്നിക്ക് ഭയങ്കര സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബിറ്റ് ടു സ്പൈസി. അത്രയും സ്പൈസി ഏതെങ്കിലും ഒരു ചട്നിയിൽ ഒഴിവാക്കാറ്. ഓൾ ചട്നീസ് ആർ സ്പൈസി. സാമ്പാർ ഈസ് ഓൾസോ സ്പൈസി. അത് സ്പൈസ് അത്ര ഹോട്ട് ഫുഡ് കഴിക്കാത്തവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇഡ്ഡലി പക്ഷെ സൂപ്പറാണ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അല്ലേ? നമ്മളിനി എവിടെയാണ് പോകുന്നത്? മീനു, നമ്മൾ വരുന്ന വഴിക്ക് പനേക്ഷീനെ കണ്ടില്ല? പന. സോ വാട്ട് ഈസ് പനേക്ഷി ഇൻ ഇംഗ്ലീഷ്? No, I thought it was peacock. Peacock. പനേക്ഷി. മീനുനോട് പനേക്ഷി മീനു വാസ് ഗെറ്റിംഗ് വെരി എക്സൈറ്റഡ്. ലൈക്ക് ബാക്കിൽ പോയിട്ട് പോ അല്ലേ? കൊല്ലങ്കോട് പോകുന്ന വഴിക്ക് എവിടേക്കോ വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ മാപ്പ് പറയുന്നു ഇത് കൊല്ലങ്കോടേക്കുള്ള വഴിയാണ്. എന്ത് ചെയ്യും? ഗോയ്സ്, എങ്ങനെയുണ്ട് നമ്മളെ യാത്ര? ആരാ നമ്മുടെ ഡ്രൈവർ? നോക്കി. ഓ, ഇനി നമ്മള് ഹൈവേയിലേക്ക് കയറുമ്പോ. സോ വി ആർ ഇൻ ദ ഹൈവേസ്. ചെറിയ ഗൂഗിൾ ഈസ് ഗ്രേറ്റ്. റൈറ്റിൽ പോണം. ഇനി ഇവിടെ നെഹ്റു ഓഡിറ്റോറിയം കാണാം അപ്പുറത്ത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം. ഇവിടെ ഓക്കെ റൈറ്റ്. ഗായ്സ്, നമ്മളിപ്പോൾ മേട്ടുപ്പാളയം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി, റൈറ്റ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ബാരിക്കാഡ്. മീനാക്ഷിപുരം ഹൈവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗൂഗിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I don't change character. I am talking same. അയ്യോ, ഒരു മിനിറ്റ്. Show called Kannadi.